വലിയ റെസിപ്പി എന്നൊന്നും പറയാനില്ല, പക്ഷെ എന്നാലും ദോശയ്ക്കൊപ്പം ഇത് കൂട്ടി കഴിക്കാനേ നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്നുണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി എടുത്ത് കുനുകുനാ അരിഞ്ഞ് അതിലേക്ക് ലേശം പിഴുപുളിയും വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. ദോശയ്ക്കൊപ്പം മാത്രമല്ല, ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറ് കഴിക്കാം. മലയാളികളുടെ കൂട്ട് പറയുകയാണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് ചമ്മന്തി. മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്യുക. അതിൻ്റെ മണം പിടിച്ച് ഉറക്കത്തിൽ നിന്ന് ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. ഈ ടൈം കൊണ്ട് ഒഴിച്ചു കൂട്ടാൻ ഒരു തേങ്ങാ ചട്നിയും കൂടി ഉണ്ടാക്കാം. ഇഷുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ദോശയും ചട്നി. അതുകൊണ്ട് തന്നെ എന്നും ദോശമാവ് സ്റ്റോക്ക് ഉണ്ടാകും. ഇനി സൈഡിൽ കൂടി ദോശയും ചുട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ ചട്നി ഒന്ന് കടുക് വറുത്തെടുക്കാം. അതിനുശേഷം മറ്റേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന മുളക് ചട്നി ഇല്ലേ, അതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് അതും ഒന്ന് കടുക് വറ ചെയ്യാം. മുളക് കടുക് വറുക്കുന്ന ടൈമിൽ തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞ് ആ ഏരിയയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടായി മാറും. ഒരേ ടൈമിൽ എല്ലാം കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഞാൻ എപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയാലും ഇഷു എൻ്റെ കൂടെ വന്നിരിക്കും. ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്ര മടിയുണ്ടെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ഇതിനോടൊപ്പം ഒരു കട്ടനും കൂടി അടിച്ചാലോ. നമ്മുടെ ചാനലിൽ ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമല്ല ചെയ്യുന്നത്, എനിക്കിഷ്ടപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.